പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദൈവത്തിന്റെ പേരുച്ചരിക്കുന്നവരെ കേസിൽ കൊടുക്കുന്നുവെന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം. എന്നാൽ അങ്ങനെയൊരു സംഭവം പോലും നാട്ടിൽ ഉണ്ടായിട്ടില്ല. മോദിയുടെ പ്രസംഗം പഴയ RSS പ്രചാരകന്റെ രീതിയിലേക്ക് തരം താഴ്ന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നരേന്ദ്രമോദി പറയുന്ന അറസ്റ്റ് ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെട്ടവരെയാണ്. അത് ദൈവനാമം ഉച്ചരിച്ചതുകൊണ്ടല്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, പണ്ട് ഗുജറാത്തിൽ കളിച്ചതുപോലുള്ള കളി ഇവിടെ RSSകാരെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു വിട്ടതായിരുന്നുവെന്ന്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കണ്ണൂരിൽ നിന്നും സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ ഐസക്, പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ? ശബരിമല ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി ഇടതു സർക്കാരിനെതിരെയും CPM-നെതിരെയും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ ഭാഷയിൽ മറുപടി നൽകുകയാണ് പിണറായി വിജയൻ ഇന്ന് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, വ്യാപകമായി കള്ള അറസ്റ്റ് നടക്കുന്നു, നിരവധി RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു മോദി ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. അതിന് അവരെ വെള്ളപൂശി സംസാരിക്കുന്നതിലൂടെ നിയമത്തിന് അതീതനായി ഇവിടെ ആരെയും ഉയരാനോ പറക്കാനോ അനുവദിക്കില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ RSS ക്രിമിനലുകൾക്ക് കിട്ടുന്ന സംരക്ഷണം കേരളത്തിൽ ലഭിക്കില്ല. ഇത്തരത്തിൽ ഒരു വർഗീയ കലാപം, അതായത് ഗുജറാത്തിലും മറ്റും ഉണ്ടാക്കിയതുപോലെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു കേരളത്തിൽ RSS നടത്തിയത്. പക്ഷെ അത് വിലപ്പോവില്ല. അതിന് പിന്നിൽ ഒരുപക്ഷെ മോദിയായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ട തരത്തിലാണ് അവരെ വെള്ളപൂശിക്കൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത്. ശബരിമലയെ കലാപഭൂമിയാക്കുകയായിരുന്നു ലക്ഷ്യം. അത് നടക്കാത്തതിന്റെ ഇച്ഛാഭംഗമാണ് മോദിക്ക്. അത്തരത്തിൽ അവരെ വെള്ളപൂശുന്നതിലൂടെ ഇതിന് പിന്നിൽ മോദിയായിരുന്നോ എന്ന് പോലും സംശയമുണ്ടാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന എന്ന് പിണറായി പറഞ്ഞു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് പ്രളയവുമായി ബന്ധപ്പെട്ടാണ്. പ്രളയത്തിന് പിന്നിൽ സംസ്ഥാന സർക്കാരാണ് പ്രളയത്തിന് കാരണമെന്ന ആക്ഷേപത്തെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഇത് കേന്ദ്ര ജല കമ്മീഷൻ പോലും ഇത് പ്രളയം പ്രകൃതി ദുരന്തമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ മോദി ഈ കാര്യങ്ങളൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ പേര് ഉച്ചരിക്കുന്നവരെ കേസിൽ കൊടുക്കുന്നുവെന്നാണ് നരേന്ദ്രമോദിയുടെ ആരോപണം. എന്നാൽ ഇതിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സുനിൽ ഐസക് നൽകിയത്.